ഇതാണ് നമ്മുടെ കിളിവാതിലുള്ള മുറി കേട്ടോ. കിളിവാതിലുള്ള മുറിയുടെ അകഭാഗത്ത് ഈ കിളിവാതിലിന്റെ അപ്പുറവും ഇപ്പുറവും ആയിട്ട് ഒരു സ്റ്റോറേജ്, താഴെയല്ല, ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട്. അങ്ങനെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വാൾ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു വാൾപേപ്പർ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ പ്ലാനുകളിലെല്ലാം ഈ പറയുന്നത് പോലെ ലൈറ്റ് യഥേഷ്ടം കടന്നു വരുന്നതായിരിക്കും. അതേപോലെ തന്നെ ഒന്നുകൂടെ നമ്മൾ ഊന്നി പറയാൻ പറ്റും, കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് നടക്കും. രണ്ട് നിലകളിലായിട്ട് ചെയ്താലും കമ്മ്യൂണിക്കേഷൻ വളരെ പ്രോപ്പറായിട്ട് മാക്സിമം പ്രോപ്പറായിട്ട് നടക്കാനായിട്ട്. അപ്പോൾ ഇവിടുത്തെ സീലിങ്ങും ഇതുപോലെ തന്നെ ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് കുറച്ച് ഹൈലൈറ്റ്, ഈവൻ സിമ്പിളാണ്. നമ്മൾ ഒരുപാട് ബഹളമൊന്നും സീലിങ്ങിൽ കൊടുക്കാതെ സിമ്പിളാണ്, പക്ഷെ ഭയങ്കര എലഗന്റ് ആയിട്ടാണ് എല്ലാ സീലിങ്സും എല്ലാ ഡിസൈനും ചെയ്തിരിക്കുന്നത്. അങ്ങനെ എല്ലാ സീലിങ്സും എല്ലാ ഡിസൈൻസും ചെയ്തിരിക്കുന്നത്. എല്ലാ വീടുകളുടെയും ആർക്കിടെക്ചറൽ ഡിസൈൻ എന്ന് പറയുന്നത് ദീപു ശിവദാസ് ആണ്. ഈ വീടും ചെയ്തിരിക്കുന്നത് ദീപു ശിവദാസ് ആണ്. ഇപ്പം ഈ അവസരത്തിൽ നമ്മളോടൊപ്പം ഇല്ല എങ്കിൽ പോലും നമ്മൾ ഈ അവസരത്തിൽ ദീപുവിനെ വളരെ സ്നേഹത്തോടുകൂടി നന്ദിയോടുകൂടി ഓർക്കുന്നു. പുള്ളിക്കാരന്റെ വീട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്തായിരുന്നു, ഒരുപാട് ഗ്ലാസ് കൊണ്ടുള്ള ഒരു വീട് വെച്ചിട്ട് അത് നല്ല രസമുള്ള ഒരു വീടാണ്. അപ്പം ഈ ലൈറ്റ് ഏറ്റവും കൂടുതൽ കയറുന്നതും അതുപോലെ തന്നെ സ്പേഷ്യസ് മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ, അതും ആ വീടുകൾ നന്നായിട്ട് ആൾക്കാർ കമന്റ് ചെയ്ത ഒരു വീടാണ് ദീപ് സ്വന്തമായിട്ട് ചെയ്ത വീട്.